വെൽക്കം ടു ഡെക്കോർ കാസിൽ. നമ്മൾ ഇന്ന് നമ്മുടെ ഒരു പുതിയൊരു പ്രൊജക്ട് കഴിയാണ് ചെയ്യാറുള്ളത്. അപ്പൊ അവിടുത്തെ ഒരു ടി വി യൂണിറ്റ് ആണ് നമ്മളിന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. ഏകദേശം ഒരു 11 അടി നീളം 10 അടി ഹൈറ്റിലും വരുന്ന ഒരു ഫുൾ ലെങ്ത്തിൽ, അതായത് ഫുൾ വാൾ ഫിൽ ചെയ്തുകൊണ്ടുള്ള ഒരു ടി വി യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് അത്ര വലിയ ഹെവി ബഡ്ജറ്റ് അല്ലെങ്കിലും നമുക്ക് അത് സ്റ്റൈലിഷ് ആയിട്ട് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ചെയ്തിട്ടുള്ള ഇതിന്റെ ഫസ്റ്റില് നമുക്ക് ഈ ഒരു യൂണിറ്റ് ഒരു 8 ഫീറ്റിൽ നമ്മൾ ഫുൾ ലെങ്ത് ഒരു യൂണിറ്റ് കൊടുത്തേക്കാണ്. അതിന് നമുക്ക് സെറ്റ് ബോക്സ് കാര്യങ്ങൾ, പിന്നെ 2 സ്റ്റോറേജ് സ്പേസ് കൊടുക്കാവുന്ന രീതിയിൽ, പിന്നെ ഫുൾ ലെങ്ത്തിൽ നമ്മൾ ടവർ യൂണിറ്റ് കൊടുത്തേക്കാം. അതിലിങ്ങനെ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ കൊടുത്ത് അപ്പൊ അത്യാവശ്യം നമുക്ക് ഷോപ്പ് പീസ് വയ്ക്കാവുന്ന ഹൈലൈറ്റ് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് നമുക്ക് ടി വി വെക്കാവുന്ന രീതിയിൽ. ഇത് നമുക്കൊരു 70 ഇഞ്ച് 80 ഇഞ്ചിന്റെ വരെ ടി വി വെക്കാനായിട്ട് പറ്റും. അത്ര ലെങ്ത്തിലുള്ള ബിഗ് സൈസിലാണ് നമ്മൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ഗ്ലോസി ഫിനിഷ് മൈക്കാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ലൂവറാണ്. ഇത് നമ്മുടെ PVC ലൂവർ തന്നെ നമ്മുടെ ഫുൾ കവർ ആവുന്ന രീതിയിൽ നമ്മളൊരു 4 ഫീറ്റിന്റെ ലെങ്ത്തിൽ നമ്മൾ ഇതിൽ ലൂവറും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഫുൾ ലെങ്ത്തിൽ കൊടുത്തിട്ടുള്ളത്. ഏകദേശം നമുക്കൊരു 30,000 താഴെയാണ് ഇതിന്റെ ഒരു ബഡ്ജറ്റ് ഏകദേശം നമുക്ക് വരാം. ഇപ്പോൾ നമ്മുടെ ഒരു വാൾ ഫുൾ ഫില്ലായിട്ട് നിൽക്കുകയും ചെയ്യും. നമുക്ക് വന്ന് കയറുമ്പോൾ തന്നെ നല്ലൊരു അട്രാക്ഷൻ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അറേഞ്ച്മെന്റ്സിലാണ് നമ്മൾ ഇവിടുത്തെ ടി വി യൂണിറ്റ് നമ്മൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഇതും ഒരു പ്രയർ യൂണിറ്റ് ആണ്. ഇതിനോട് കോംബോ ആയിട്ട് നിൽക്കാവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പ്രയർ യൂണിറ്റ്. ഇത് ഫുൾ ഹൈറ്റിൽ തന്നെയാണ് ഇതും പ്രയർ യൂണിറ്റ് പോയിട്ടുള്ളത്. അത് ഫുൾ ലെങ്ത്തിൽ ഇതുപോലെ ലൂവറും അതുപോലെ തന്നെ പാനലിങ്, അതുപോലെ തന്നെ കുറച്ച് CNC വർക്കും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് അത് ഇതിൽ ജസ്റ്റ് ഒരു ഡപ്പിങ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് അറേഞ്ച്മെന്റ്സ് വരാവുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് ഈ ഒരു പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് തന്നെ ഫുൾ ലെങ്ത് ഒരു 5 ഫീറ്റ് വിട്ടും 10 ഫീറ്റ് ഹൈറ്റിലുള്ള ലെങ്ത്തിലാണ് ഈ ഒരു ഫുൾ ലെങ്ത്തിലുള്ള നമുക്ക് ഈ പ്രയർ യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ കിച്ചണാണിത്. ഇതുപോലെ തന്നെ ഇത് ഫുള്ളി അക്രിലിക്കിൽ ചെയ്തിട്ടുള്ള ഒരു കിച്ചണാണ്. ഇതൊരു ആഗ്രഹമായിരുന്നു അക്രിലിക്കിൽ കിച്ചൺ ചെയ്യണമെന്നുള്ളത്. അപ്പൊ നമുക്ക് അത്ര വലിയ ബിഗ് സൈസ് അല്ലെങ്കിലും എന്നാലും നല്ല അത്യാവശ്യം സൈസിലുള്ള ഒരു കിച്ചൺ തന്നെയാണ്. ഇതൊരു 12x10 ആ ഒരു സൈസിലാണ് ഇവിടുത്തെ കിച്ചണിന്റെ സൈസ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ മാക്സിമം കിട്ടാവുന്ന സ്പേസ് മാനേജ്മെന്റ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ മാക്സിമം സ്പേസ് നമ്മൾ എടുത്തിട്ടുണ്ട്. L ഷേപ്പിലാണ് നമ്മൾ എടുത്തു. സിങ്ക് ഈ കോർണറിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹുഡ് ഹോബ് ഈ ഭാഗത്തേക്ക് കൊടുത്തു. അതുപോലെ ബേസിക് നമുക്കൊരു 2 ആക്സറീസ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പിന്നെ സെക്കൻഡ് വേറെ കിച്ചൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ആക്സറീസ് കാര്യങ്ങൾ കൊടുത്തിട്ടില്ല. ഫുള്ളി ഫർണിഷ്ഡ് ആവുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് L ഷേപ്പിലാണ് ഇത് കിച്ചൺ നമുക്ക് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വാൾ യൂണിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഫുൾ ലോഫ്റ്റും ഫുൾ അക്രിലിക്കിൽ തന്നെയാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ലോഫ്റ്റ് നമുക്ക് ഈ ഒരു C ഷേപ്പിൽ തന്നെ നമ്മൾ ഫുൾ കവർ ചെയ്യാവുന്ന രീതിയിൽ തന്നെ ഫുൾ ആയിട്ട് നമ്മൾ അക്രിലിക് കൊടുത്തേക്കാണ്. പിന്നെ അതുപോലെ നമുക്ക് ഓപ്പൺ യൂണിറ്റ്, ഓപ്പൺ സെക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഹോബ് വയ്ക്കാനുള്ള സ്പേസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മിനിമൽ രീതിയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ ഈ കിച്ചൺ നമ്മൾ മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ വർക്ക് കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വർക്കിൽ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റങ്ങൾ വരുത്താനും, അതുപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ വീടുകൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ബിഗ് ബഡ്ജറ്റ് ആയാലും ഇപ്പോൾ ചെറിയ രീതിയിലുള്ള ബഡ്ജറ്റ് ആയാലും നമ്മൾ എല്ലാ തരം വർക്കുകളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വർക്ക് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വർക്ക് കാര്യങ്ങളും അതുപോലെ എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും.